വി ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ബെറ്റ വേർഷൻ. ഇപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബെറ്റ വേർഷൻ ആയിട്ട്, നമ്മളെ പോക്കറ്റ് എഡിഷൻ ആയിട്ട്. ഇപ്പോൾ ഞാനൊരു പുതിയ ക്യാരക്ടറിനെ എടുത്തിരുന്നു, അതാണ് ഗൈസ് ഇത്. നിങ്ങൾക്ക് ഈ ക്യാരക്ടറിനെ ആരും അറിയില്ലല്ലോ, ഇതൊക്കെ ഗൈസ് ഇതാണ് ഈ ക്യാരക്ടർ. യെസ് ഗൈസ്, ഇതാണ് നമ്മളെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. വമ്പ ഫൈറ്ററിനാണ്. നമ്മളെ ഡ്രീം നൈറ്റ് ടെററാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, അപ്പോൾ കാണിച്ചില്ല വീഡിയോ. അപ്പോൾ അതിൽ ഗൈസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മളോട് ചെറിയൊരു പാർക്കർ പഠിച്ചു നിങ്ങൾക്ക് കണ്ടു. കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതാ ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ പാർക്കർ. കറക്റ്റ് ഇതിന് തന്നെ കിട്ടും, പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഗൈസ് എന്താണ്, നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നെതർ പോർട്ടൽ ഉണ്ടാക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നെതർ പോർട്ടൽ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇതിൻ്റെ ഒബ്സിഡിയൻ ഇപ്പോഴും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ അന്ന് നിർത്തിയിട്ട് പിന്നെ കളിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ഇതെന്തിനാ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് നെതർ പോർട്ടൽ ഉണ്ടാക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് കുറേ സംഭവമൊക്കെ കറങ്ങി ചെല്ലണം. സംഭവം എന്തായാലും അവിടെ എന്താ പറയുക, ആക്രമണവാസികളാണ് അവിടെ. അപ്പോൾ പിന്നെ സൂക്ഷിക്കേണ്ടി വരും ഗൈസ്. എന്തായാലും നമ്മൾ ഈ സീഡ് കളയണില്ല. എന്നാ വില്ലേജർ അത് പിടിച്ചോ, ആശ ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഇന്ന് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ഹൗസൊക്കെ ചെല്ലത്തെ നമുക്ക് എന്താണ്, നമ്മളടുത്ത് ഒബ്സിഡിയൻ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ്. എന്താ അതിൻ്റെ പേരുണ്ടല്ലോ, ഒരു ഐറ്റം സാധനമാണ്. അതിൻ്റെ പേര് ഓർമ്മ തന്നെയില്ല ഗൈസ്. എന്താ പറയുക, അത് ഇതിലില്ലല്ലേ, നമ്മൾ ഈ കത്തിക്കാൻ ഉപയോഗിച്ചില്ലേ. ഞാനേ ഒന്ന് എഴുതി കാണിച്ചു തരാം. സ്റ്റീൽ എന്തൊരു പേര് നോക്കട്ടെ. ഈ ഒരു സാധനം ഗൈസ് ഇത് വേണം. ഇതിന് നമുക്ക് അയൺ നമ്മളെടുത്തുണ്ട്. ഈ ഒരു ഫ്ലിൻറ്റ് ഗൈസ് നമുക്ക് പോയി എടുക്കണം. അത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഇതുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഒരു ആർമർ, ഇതെടുത്ത ഗോൾഡ് ആർമർ അവിടെ നിങ്ങൾ സംശയമാവും. അത് ഞാനും സോളോ വെട്ടി കളിച്ചപ്പോൾ സോളോ വെട്ടിൻ്റെ എടുത്തിരുന്നു ആ ഒരു ആർമർ, അതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഫ്ലിൻറ്റ് ഉണ്ടാക്കണം. ഫ്ലിൻറ്റ് ആയി കാണുന്നു, ഫ്ലിൻറ്റ് ഇതന്നെ ഗൈസ് പൊട്ടിച്ച സാധനം കിട്ടി ഗൈസ്. ഇതാണ് സംഭവം ഫ്ലിൻറ്റ് എന്ന് പറയുന്നത്. അത് ഗ്രാവിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും തോന്നുന്നു. അയ്യോ ഇനി എന്തായാലും ഗൈസ് നമുക്ക് അയൺ കൊണ്ട് ഉണ്ടാക്കണം. എടാ താത്തുക്കോട്ടെ ഗൈസ് എവിടെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണത്. ഈ ഒരു ഭാഗത്താണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു പീസ് അയൺ എടുക്ക്, ഒരു പീസ് മതി ഗൈസ്. എവിടെ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. ഗൈസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അയൺ എടുത്തിട്ടില്ല ഗൈസ്, സോറി. ഒരു അയൺ എടുത്തോളൂ ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുണ്ടാക്കാം. ഗൈസ് ഒക്കെ സെറ്റപ്പ് ആയിക്കോണം. ഞാൻ ഒരു ആർമർ ഉണ്ടാക്കട്ടെ. നമുക്ക് എന്തായാലും ഈ ഗോൾഡ് എടുത്തുകൊണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞാൽ ഒരു ഹെൽമെറ്റ്, പിന്നെ ഒരു ബൂട്ട്, ബാക്കിയുള്ള അവിടെ ഉണ്ട്. നമുക്കൊന്ന് ഇടാം. ഇത് പൊട്ടിക്കുക. അപ്പോൾ നമ്മളടുത്ത് എന്തൊക്കെ ഉണ്ട്, ഗോൾഡൻ ആർമറിൻ്റെ ഏകദേശം സെറ്റായി. ഫാൻറ്റ് കാണണം, ഇതും കൂടി എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ആർമർ സെറ്റായി. നമുക്ക് എന്നാലും അവിടെ പേടിക്കണം ഗൈസ്, കാരണം അവിടെ എപ്പോഴും എനിമി ഉണ്ട്. നമ്മൾ ഈ ഗോൾഡൻ ആർമർ ഇട്ടാൽ വേറൊരു ടീമുണ്ട്, ഓരാണ് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുക. പക്ഷേ വേറൊരു ഐറ്റം ടീമുണ്ട്, ഓരെന്തായാലും ഗൈസ് നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കറക്റ്റ് ആവും തോന്നും. ഞാൻ എന്തായാലും ഗൈസ് ഇത് ഫുള്ളും പൊളിക്കാം.
One eternity later. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ നെതർ പോർട്ടൽ ഇങ്ങനെയാണ് വരിക. നമുക്ക് എന്തായാലും ഒന്ന് കത്തിച്ച് നോക്കാം. ഗൈസ് നമ്മളെ നെതർ പോർട്ടൽ അങ്ങനെ ആയിരിക്കുന്നു. നമ്മുടെ തന്നെ കണ്ടോ. ഇനി നമുക്ക് കുറേ ഇഷ്ടംമാതിരി നെതർ പോർട്ടൽ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് എടുത്തേക്കാം. എൻ്റെ മോപ്പാളന്നെ സൗണ്ട് തുടങ്ങിക്കണം. പിന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കേ ഒരു പിക്കാക്സ് വേണം. കാരണം അവിടെ കുറേ ഗോൾഡ് ഉണ്ട് കേട്ടിട്ടുണ്ട്. അയ്യോ ഞാൻ ഫുള്ള് എടുത്തു ഗൈസ്. അല്ലെങ്കിൽ ഫുള്ള് എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ വെക്കാം. പിക്കാക്സ്. അപ്പോൾ ഗൈസ് നമുക്കൊരു പിക്കാക്സ് ഇട്ടിക്കണം. നമ്മളെ ഇത് അവിടെ തന്നെ വെക്കുക. പോട്ടെ ഇതെന്താ അങ്ങോട്ട് പോകാത്തത്? അപ്പോൾ പോയി. ഇനി ഗൈസ് നമ്മൾ ഇന്ന് രാത്രിയാണ്, ഇപ്പോൾ ഒന്ന് രാവിലെ ആവട്ടെ. നമുക്ക് അതൊന്ന് സെറ്റപ്പ് ആക്കണം. ട്രാപ്പ് ഡോർ ഞാൻ എന്ത് പണിയായിട്ടുണ്ട്. താഴത്ത് തന്നെ പോയി ഇറങ്ങുന്നുണ്ട്. ഞാൻ ഗൈസ് ഫുള്ളും മറന്നിക്കണം. അതാണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്ലീപ്പിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ രാവിലെ നീച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കാട്ടേണ്ടത് പറഞ്ഞാൽ നമ്മളൊരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. ട്രാപ്പ് ഡോർ പറഞ്ഞ സംഭവം ഇതാട്ടോ. ഇതിന് ഇത്രയും വുഡല്ലേ വേണ്ടത്. നമുക്ക് വുഡ് ഇപ്പോൾ കൈസ് ഒന്ന് വേദക്കൊന്ന് പോട്ടെ. അല്ലെങ്കിൽ വേണ്ട കൈസ് നമുക്ക് തൽക്കാലത്തിനൊരു സെറ്റപ്പ് അല്ലേ. 1 2 ഇങ്ങനെ മതി ഗൈസ്. തന്നെ ഒരു സൂപ്പർ ആയിക്കോണു. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ നെതർക്കുവാണ്. എന്തായാലും 3 2 1 സ്റ്റാർട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ നെതർ കണ്ടുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് റോട്ടും 300 സബ്സ്ക്രൈബാണ്. സോറി ഗൈസ്, റോഡ് ടു 300 സബ്സ്ക്രൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ഇറക്കല്ലേ. എന്നാലും നമുക്ക് നേരെ പോകാൻ നെതർക്ക് ഗൈസ്. സർവൈവ് പിന്നെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നിൽ പോവാം. ഗൈസ് എൻ്റെ മോനെ ഗൈസ് ഇതെന്താ സാധനം? നരകാണോ ഗൈസ്? ഇതൊക്കെ എന്തോ ഇവിടെ പൊട്ടിക്കാണ്ട്. ഇത് ഗൈസ് എന്തോ സംഭവം? അവിടെ മഷ്റൂം. അതാ ബഗ്ഗാണ് തോന്നുന്നു ഗൈസ്. ബഗ്ഗാണ്, ക്ഷമിക്കണം. അപ്പോൾ ഗൈസ് നമ്മളിത് നെതർക്ക് എത്തിക്കണു. ഇതാണ് നെതർ. എൻ്റെ പൊന്നെ ചേടാ മഷ്റൂം ഇങ്ങനെ കിട്ടും. ഇതൊന്ന് പൊട്ടിക്കട്ടെന്നാ. എൻ്റെ പൊന്നെ ഗൈസ് നെതർ നോക്ക് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എൻ്റെ എന്തോരായിട്ട് ജീവൻ്റെ സൗണ്ട് ആയിട്ട് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കണം. ഞാൻ ഗൈസ് ഇതെന്താ ഗോൾഡാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഗോൾഡ് പൊട്ടിക്കാം. അപ്പോൾ ഈ ഒരു സാധനം എടുക്കട്ടെ. ഇതും കൊണ്ട് കിട്ടുമോ? ഗൈസ് ഇത് ഗോൾഡൻ നെഗറ്റ്സ്. എന്തായാലും മറക്കരുത് ഗൈസ്. അതൊക്കെ ഇപ്പം തന്നെ പറയാണ്ട്. ഇതൊക്കെ ഗൈസ് സ്റ്റോൺ പിക്കാക്സും കൊണ്ട് തന്നെ പൊട്ടിക്കാം. എനിക്കറിയില്ലല്ലോ ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുമെന്ന്. അപ്പം എന്തായാലും ഗൈസ് ഞാനിത് ഫുള്ളും പൊട്ടിക്കട്ടെ. ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. എന്താ എൻ്റെ പേര് ക്വാർട്ടസ് എന്തേറ്റാണ്. അപ്പോൾ എല്ലാം കിട്ടിക്കണം. ഇനി മേലക്കോട്ടെ. വാട മോനെ ഗൈസ് ഞാൻ ഇത്രക്കൊക്കെ ഇതുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വേഗം പൊട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കർസർ കൊണ്ടുപോകുമ്പോഴേക്കിന് തന്നെ സാധനം പൊട്ടുകയാണ്. നിങ്ങൾക്ക് കണ്ട് വിചാരിക്കണം. ഞാൻ ഇടട്ട് വെച്ചിങ്ങോട്ട് കയറട്ടെ. ഇവിടെ 1 2 അയ്യവാ ഗൈസ് നമുക്കത് ഫുള്ളും പൊട്ടിക്കാം. ഇതാ ഇവിടെ കുറേ ഉണ്ട് ഗൈസ്. ഇതേപോലെ ഒരു അയണെങ്കിലും കിട്ടിയാൽ സമാധാനം ഇന്ന്. പാടാ ഫുൾ പൊട്ടിക്കും. കൊല്ല ഇന്ന കൊല്ല നടക്കലട പോലെ. അയ്യവാ ഓൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലം അങ്ങനെയാണ്. ഇവിടെയൊക്കെ ഗൈസ് കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ കാട്ടല്ലേ? പിന്നെ കുടുങ്ങിയാൽ തന്നെ പറയും. നമ്മളെ പിക്കാക്സ് ഉണ്ടാവും കൊണ്ട് പൊട്ടിക്കട്ടെ. ഗോൾഡാണ് ഗൈസ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ പറയണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെ XP ഫാം. ഗൈസ് ഞാൻ ഇപ്പോഴാണ് ഫുള്ളൊന്നും ഓർത്തത്. ഇവിടെ ഗൈസ് നമുക്ക് XP ഫാം ഉണ്ടാക്കാം. പക്ഷേ ഈ സ്ഥലത്തല്ല, ഒരൈറ്റം സ്ഥലമുണ്ട്. എന്താ ഒരു പേരാണ്. ഒരു വലിയൊരു പാലം പോലെ കാര്യം നമ്മൾ മൈൻ ഷാഫ്റ്റിൻ്റെ പോലെ ഒരു വലിയൊരു പാലം. എന്നിട്ട് അവിടെ കുറേ ലൂട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക എന്തോ ജീവിയുണ്ട്. നമ്മൾ പറന്ന് നടക്കും. എനിക്കെന്താ അതിൻ്റെ പേരെന്നറിയില്ല. ഈ ഒരു ജീവിയാണ്. അപ്പോൾ എന്താ പറയുക അതലാക്കിൻ്റെ സാധനമാണ്. തീ തുപ്പും.
ഇതൊക്കെ നല്ല ഇതിലാക്കാരും തുപ്പുക. എൻ്റെ ഇൻവെൻറ്ററി ഇപ്പോൾ ഫുള്ളാവും. സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവുന്നു ഗൈസ്. എൻ്റെ ഇൻവെൻറ്ററി ഗൈസ് ഫുള്ളാണ്. ഞാൻ വേണ്ടാത്ത ഒന്ന് കളയട്ടെ. ഇതും കളി, പിന്നെ ഇതും കളി, അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഗൈസ് ആ ജീവി എന്ന് പറഞ്ഞാൽ നമ്മളെ തീ തുപ്പും. പക്ഷെ നമ്മളെന്താ വെച്ചിട്ടാ ഫുൾ സെറ്റപ്പ് ആക്കിക്കൊണ്ട് ഈസി മോഡ്ക്ക് ഇടും. പിന്നെ ഒരു ജീവി ആൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാനും വയ്ക്കൂല, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ള് പൊട്ടിക്കട്ടുണ്ട്. അയ്യോ ഗൈസ് ഞാൻ ഈ ഒരു സാധനം പൊട്ടിക്കാൻ മറന്നു. അതൊന്ന് പൊട്ടി കട്ടതായി. ഇതെന്താ സംഭവം എന്നൊക്കെ തീരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനിത് ഫുള്ളും പൊട്ടിക്കും. അയ്യോ ഒന്നും പോയിട്ടില്ല. അയ്യോ പോണു ഗൈസ്. എന്തായാലും താറ്റിൽ ചാടാൻ പോലെ നമ്മൾ ഇവിടെ ഗൈസ് വേറൊരു ഇതുണ്ട് ബഗ്. പക്ഷേ നമ്മളെ കുഴപ്പമില്ല, അത് ഈ ഗെയിമിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഈ വെള്ളം ചോദിച്ചാൽ വെള്ളമൊന്നും ഗൈസ് ഇവിടെ റെഡി ആവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ വെച്ചാൽ ഗൈസ് ആ വെള്ളം ഇവിടെ വേഗം പോവും. ഇവിടെ നിൽക്കുമല്ലേ വെള്ളം. ഒരു എക്സാമ്പിൾ കാണിക്കാം. പക്ഷേ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പോട്ടെ. ഇവിടെ മൊത്തതാണ് ഗൈസ്. ഞാനേ വന്ന വഴിയൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഈ ഒരു കോബിൾ സ്റ്റോൺ ഉണ്ട്, വെക്കട്ടെ. ചേട്ടാ അയോടെ കോബിൾ സ്റ്റോൺ, അതാ കോബിൾ സ്റ്റോൺ 1 2 3 4 5 6 വെച്ചുകൊണ്ട് ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ മറക്കാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഗൈസ് ഇതെന്ത് സംഭവം എന്നൊക്കെ മനസ്സിലായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇതെന്താ ഇതിൻ്റെ പേര്? ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞാണ്ട് എന്തോ ഒരു സ്റ്റോണാണ് ഗൈസ്. ഇതെന്തോരായിട്ട് രാജ്യമാണ്. ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, അത് കാര്യം പറയുന്നത്. ഇവരെ കയ്യിലുള്ള ഒരു സാധനം കിട്ടണമെങ്കിൽ ഇവരെ കൊന്നാൽ മതി. ഓ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം കിട്ടി. എൻ്റെ മോനെ ക്രോസ്ബോ കിട്ടി ഗൈസ്. എൻ്റെ കൂടി തരുവിടെ ബ്രോ. ഓൻ്റെ കിട്ടിയില്ല ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് ഇനി മേലേക്ക് പോവാം, അതാ നല്ലത്. നമ്മളിവിടെ കുറേ നേരം നിൽക്കണില്ല. നമ്മൾ വീഡിയോക്ക് കുറേ ലെങ്ത്ത് കൂട്ടണില്ലല്ലോ. അപ്പോൾ കൂട്ടിയൊരു ഇത് രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഷോടാ ഇവിടെയും ഗൈസ് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണം. കൈ കൊണ്ട് പൊട്ടിച്ചാൽ മതിയടാ. ഗോൾഡൻ നഗറ്റ്സ് ഇട്ടിങ്ങാണ്ട് പൊട്ടിക്കണം. പൊട്ടിക്ക്. ഇവിടെ ഗൈസ് പിന്നെ ഫുള്ള് ഇതാണ്. അതാണ് ഞാൻ ഒന്നുകൂടി ഇതാക്കുന്നത്. അത് ഫുള്ള് എടുക്കട്ടെ. ശക പണിയല്ലോ ഗൈസ്. എൻ്റെ പൊന്നെ ഇവിടെ മൊത്തം ഒരാൾക്കാരല്ലോ. ഇവരുടെ അടുത്ത് നിന്നൊക്കെ ഗൈസ് നമുക്ക് ലൂട്ടും എടുക്കണം. ഇത് അവൻ്റെ അടുത്തുള്ള ഗോൾഡ് കത്തി കിട്ടിയില്ല. ഇവരുടെ അടുത്തൊക്കെ വെറുതെ ഒന്ന് പോയി കൊന്നാൽ മതി. അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം നേരത്തെ ക്രോസ് ബോ കിട്ടാണ്ടില്ലേ? അവൻ്റെ ഒന്നുമില്ല. എന്താ ചാവാത്ത പണി? സാധനം കിട്ടി. എവിടെ ഒന്ന് കിട്ടി? അത് ഗൈസ് നമുക്ക് 2 ക്രോസ് ബോ കിട്ടി. നമുക്ക് 1 2 വെക്ക് ഇവിടെ. ചേടാ പോയി ഗൈസ്. നമുക്ക് ഈ 2 ഇവിടെ വെക്കാം. 2 വെച്ചാൽ ഗൈസ് പവറുള്ളത് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ ടീം അവിടെ അയ്യവാ അതിനും കൊന്നു ഗൈസ്. പാവങ്ങളാണ്, പക്ഷെ നമ്മളെ കൊല്ലുവര് നല്ല ഡാമേജ് ആക്കാരും. അപ്പോൾ ഗൈസ് നമുക്ക് ഫുൾ പവറുള്ള ക്രോസ് ബോ കിട്ടിക്കണം. അയ്യവാ ഞങ്ങൾക്ക് പോവാം ഗൈസ്. പിന്നെ ഇത് കൂടി ഒന്ന് പൊട്ടിക്കട്ടെ. ഇത് കൂടി പൊട്ടിച്ചിട്ട് ഗൈസ് നമുക്ക് നമ്മളെ വേൾഡ് തന്നെ പോവാം. ഇങ്ങോട്ട് ടീമുണ്ട് തോന്നുന്നു. ഇവർക്ക് ഗൈസ് ഗോൾഡ് എന്ന് പറയുന്നത് നല്ലതാണ്. ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ആളവിടെ ആരെങ്കിലും ഒരു എക്സാമ്പിളിന് വരി. സൗണ്ട് നല്ല കേൾക്കാം. അടുക്ക് തോന്നുന്നതിന് മേലെ ആരോ ഉണ്ട് ഗൈസ്. ഇല്ല എനിക്ക് തോന്നാണ്. അതാ ഇവർ ഗൈസ് നമ്മൾ കണ്ടതാ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കോളില്ലേ അല്ല ഇതിൻ്റെ ഒരു പകുതി എടുക്കട്ടെ. 2 5 4 എടുത്തു. ഇനി ഇതിപ്പോൾ ഇതും എയ്യടാ ലോട്ടെ ഇതൊക്കെ ഞാനിപ്പോൾ എനിക്ക് ഇട്ടെടുത്തു. ഓനെടുത്തു. താടാ ഇതിനെന്തെങ്കിലും തരുമല്ലോ. താട ബ്രോ
ഗൈസ് ഇവനൊന്നും തരുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്കൊരു പണിയാം. ടുടുടു ഒന്നും തരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഗൈസ് നമ്മളെ വേൾഡ് പോവാം. നമുക്കിപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടി. 1 2 ഒന്നല്ല ഗൈസ്, കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയേക്കണു. ഷോടാ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്ക്കണില്ല. അയ്യോ അപ്പം മനസ്സിലായി. അപ്പോൾ ഗൈസ് നമ്മളടുത്ത് ഇപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടിക്കണു. നമുക്കിതാ ആദ്യം തന്നെ ഇതൊന്ന് അടിച്ചു നോക്കാം. അയ്യവാ ഒരു പുതിയൊരു ക്രോസ് ബോ കിട്ടി ഗൈസ്. അമ്പ നമുക്ക് ഇനി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് നോക്കട്ടെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഗൈസ് 10 ഇത് കിട്ടും ഗൈസ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് എടുക്കുക. പിന്നെ ഇതും കിട്ടും ഗൈസ്. ഇതാണ് നമുക്ക് ഒന്നുകൂടി വേണ്ടത്. എന്തിനാന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് അണ്ടർഗ്രൗണ്ട് ഇനി മൊത്തം സെറ്റാകാണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഒക്കെ സെറ്റായിക്കോണു. ഇത് ക്വാർട്ട് ബ്ലോക്സ് കറക്റ്റ് കിട്ടുമോ? കറക്റ്റ് ഉണ്ട് ഗൈസ്. കറക്റ്റ് ബ്ലോക്കായി വെക്കാനുള്ളത്. അപ്പോൾ ഫുള്ള് എടുക്കുക. ന്യൂ റെസിപ്പ് ഇതും കൊണ്ട് ഗൈസ് എന്തോ ഒരു ഇത് ഉപകാരം ഉണ്ട് ഒന്നും. അതെന്താ പില്ലർ. ഗൈസ് അങ്ങോട്ട് കുറേ ഇതുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ എടുത്തേക്കാം. പോട്ടെ ആയി പോട്ടടാ. ഇതൊന്നും അങ്ങോട്ട് പോകാത്ത നിൽക്കട്ടെ ഗൈസ്. പോയി ഇതുകൂടി പോ. പിന്നെ ഇതായി ഈശോടാ ഞാനിത് എടുത്തോടുന്നല്ലോ. ലാപ്പിസും പോട്ടെ. അപ്പം ഇനി ഗൈസ് നമുക്ക് ഇനി എന്തായാലും ഒക്കെ എടുത്തേക്കാം. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നമ്മൾ ഡയമണ്ട് പിക്കാക്സ് എടുത്തേക്കട്ടെ, ഇതെടുത്തേക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ ചെങ്ങാണ്ട് വീഡിയോ വൈൻഡപ്പിയാണ്. നമുക്ക് ഇതൊന്ന് നോക്കട്ടെ. ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഇതിന് ആർമർ ഇടാം. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ അതാ പഠിച്ചങ്ങാണ്ട് വീഡിയോ വൈൻഡപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഗൈസ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് റോട്ടും 300 ആണ്. അപ്പോൾ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.